എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം. നമുക്കറിയാം കേരള PSC ഈ മാസം അവസാനം ഡിസംബർ 31 മുമ്പ് ഒട്ടനവധി നോട്ടിഫിക്കേഷനുകളാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന വിജ്ഞാപനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമുണ്ട്. അധ്യാപകരാകാൻ, ഫിസിക്സ് അധ്യാപകരാകാൻ, ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഫിസിക്സ് അധ്യാപകരാകാൻ കാത്തിരുന്നവർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ കൂടി ആ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. HSST ഫിസിക്സിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ പ്രൊഫൈലുകളിൽ എത്തിയിരിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ നിന്ന് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. കാറ്റഗറി നമ്പർ അടക്കം നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും. അപേക്ഷിച്ച് തുടങ്ങാനുമുള്ള സമയമായിട്ടുണ്ട്. നോക്കിയേ, ഗസറ്റ് ഡേറ്റ് 30/12/2024 ഗസറ്റ് ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 29/1/2025 വരെയുണ്ട്. ഈ മാസം അവസാനം വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. കാറ്റഗറി നമ്പർ നോക്കിയേ, 507/2024 കാറ്റഗറി നമ്പർ. 507/2024 കാറ്റഗറി നമ്പർ. നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ നോട്ടിഫിക്കേഷൻ എത്തിയിട്ട് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. കേരള PSCയുടെ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യുക. കാറ്റഗറി നമ്പർ 507/2024. ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയേ, കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് ഡിപ്പാർട്ട്മെൻറ്റ്. കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് ഡിപ്പാർട്ട്മെൻറ്റ്. നെയിം ഓഫ് ദ പോസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഫിസിക്സ്. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഫിസിക്സ് ആണ്. സ്കെയിൽ ഓഫ് പേ 55,200 to 1,15,300. 55,200 to 1,15,300 സ്കെയിൽ ഓഫ് പേ വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് നമുക്കറിയാം, 2 വേക്കൻസിയാണ് നോട്ടിഫിക്കേഷൻ സമയത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2 വേക്കൻസിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, അതിൽ വേറെ പ്രത്യേകതയുണ്ട്. നോട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ മീൻസ് ഫുൾ ടൈം പോസ്റ്റ് ഓഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ സീനിയറാണ്. ഡയറക്റ്റ് നമുക്ക് ഗസറ്റഡ് പോസ്റ്റാണ്. അപ്പോൾ 2 വേക്കൻസി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം കേരള PSCയിൽ നമുക്ക് ഈ ഒരു വിജ്ഞാപനം വന്ന സമയത്ത് തന്നെ വേക്കൻസികളുടെ കാര്യം കുറേ അധികം ആളുകൾ കമൻറ്റ് ബോക്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഒരുപാട് പേർക്ക് നിയമനമൊന്നും കിട്ടിയില്ല, കഴിഞ്ഞ ലിസ്റ്റ് നിലനിൽക്കുന്നതേ ഉള്ളൂ, വളരെ കുറച്ച് നിയമനം നടന്നിട്ടുള്ളൂ എന്ന് ഒരു കൂട്ടം ആളുകൾ, ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ പറയുകയുണ്ടായി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വർഷം കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റിൽ നിന്ന് നിയമനം കുറവാണെന്ന് കരുതി ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൽ നിന്ന് നിയമനം അതുപോലെ ഉള്ളൂ എന്ന് പ്രതീക്ഷിക്കരുത്. ഓക്കെ, അപ്പോൾ അതിൽ കൂടുതലായിരിക്കും നിയമനങ്ങൾ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ബോധ്യപ്പെടുത്തുക. ചില സമയത്ത് നമുക്ക് വേക്കൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. 2025-26 കൂടിയൊക്കെ റിട്ടയർമെൻറ്റ് ഒരുപാട് നമ്മുടെ അധ്യാപകരൊക്കെ വിരമിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ചിരിക്കും നമുക്ക് റാങ്ക് പട്ടികയിൽ വരുന്ന അഡ്വൈസിൻ്റെ എണ്ണം കൂടുന്നത്. അതൊക്കെ പരിഗണിച്ചിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഈ ഓരോ വർഷവും റാങ്ക് ലിസ്റ്റിൽ നിന്ന് വരുന്ന നിയമനം സംബന്ധിച്ച് ചില വ്യത്യാസങ്ങൾ വരുന്നത്. അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. നിങ്ങൾ നന്നായിട്ട് നമ്മളൊരു ലക്ഷ്യത്തെ മുൻനിർത്തി പ്രവർത്തിച്ച് തുടങ്ങിയാൽ, നമ്മൾ സ്വപ്നം കാണുന്ന സ്വപ്നം കാണുന്നിടത്ത് എത്തുന്നത് വരെ നമ്മൾ പരിശ്രമം തുടരുക എന്നുള്ളതാണ്. നമ്മളെ പുറകോട്ട് വലിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മുടെ ജീവിത സാഹചര്യം അടക്കം നമ്മളെ പിറകോട്ട് വലിക്കാൻ ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ തരണം ചെയ്തായിരിക്കണം നമ്മൾ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങൾ ആ നെഗറ്റീവായിട്ട് ഉള്ള ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ സ്വപ്നം കാണുന്നിടത്ത് എത്താൻ വേണ്ടി പഠിക്കുക, എത്താൻ വേണ്ടി പരിശ്രമിക്കുക. നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. HST ഫിസിക്സിൻ്റെയൊക്കെ പോസ്റ്റുകളൊക്കെ ടെമ്പററി ആയിട്ടൊക്കെ സ്കൂളുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അല്ലാതെ പ്രൈവറ്റ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളൊക്കെ. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് സിലബസ് അനുസരിച്ച് പഠിക്കുക മാത്രമല്ല, നമ്മൾ അതിനുവേണ്ടി ആദ്യം കാണേണ്ടത് നമ്മൾ അതിതീവ്രമായിട്ടുള്ള ആഗ്രഹമാണ് നമുക്ക് വേണ്ടത്. തീവ്രമായിട്ട് നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ ഈ പ്രപഞ്ചം പോലും കൂടെ നിൽക്കുമെന്ന് പൗലോ കൊയ്ലോടൊരു വാക്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ശ്രമിക്കുക. വേക്കൻസി 2 നിലവിലുള്ള വേക്കൻസി ഇപ്പം പറഞ്ഞേക്കുന്നത് 2. അതിൽ കൂടും. ഇപ്പം നിലവിൽ നിങ്ങൾക്കറിയാം, ഈ 2 വേക്കൻസി എന്ന് പറഞ്ഞു നമുക്കൊരു 6 മാസത്തിനുള്ളിലേ പരീക്ഷ വരത്തുള്ളൂ. നമുക്കൊരു ജൂലൈ മാസത്തോടു കൂടിയേ പരീക്ഷ എത്തത്തുള്ളൂ. അതുവരെ നമുക്ക് പഠിക്കാനുള്ള സമയമുണ്ട്, നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള സമയമുണ്ട്, നന്നായിട്ട് പരീക്ഷയിൽ ആദ്യം എത്താനുള്ള സമയമുണ്ട്, അതിനൊക്കെയുള്ള പ്രിപ്പറേഷനുള്ള സമയമുണ്ട്. അപ്പോൾ ആ ഒരു സമയം നമ്മൾ നന്നായിട്ട് വിനിയോഗിച്ചാൽ നമുക്ക് എവിടെ എത്താം, റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുന്നിലെത്താൻ കഴിയും.
ഓക്കെ, അപ്പോൾ നമ്മുടെ വിജയം നമ്മുടെ മനസ്സുകൂടിയാണ്, നമ്മൾ നന്നായിട്ട് മനസ്സ് വയ്ക്കുക എന്നുള്ളതാണ്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മുടെ കേരള PSCയുടെ സൈറ്റ് വഴി തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയും. ഏജ് ലിമിറ്റ് നോക്കിയേ, ഏജ് 20 to 40 ആണ്. ഏജ് 40 വയസ്സ് വരെ അപേക്ഷിക്കാം. 1984 2/1 ജനുവരി മാസം 2/1/1984 മുതൽ 1/1/2004 വരെ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ നോക്കിയേ 40 വയസ്സ് വരെയാണ് ഏജ് ഉള്ളത്. അപ്പം ജനറൽ കാറ്റഗറിക്കാർക്ക് 40 വയസ്സ് വരെ അപേക്ഷിക്കാൻ പറ്റും. SC STക്കാർക്ക് 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBCക്കാർക്ക് 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായതുകൊണ്ട് 43 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കിയേ, ജനറൽ കാറ്റഗറിക്കാർക്ക് 40 വയസ്സ് വരെയും SC STക്കാർക്ക് കാറ്റഗറിക്കാർക്ക് 45 വരെയും OBC കാറ്റഗറി ഉള്ളവർക്ക് 43 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. ഇപ്പം നമുക്ക് നോക്കിയേ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. നമുക്കറിയാം സീനിയർ പോസ്റ്റാണിത്, ഗസറ്റഡ് റാങ്കിലുള്ള ഒരു പോസ്റ്റാണ്. നമുക്ക് നോക്കിയേ ക്വാളിഫിക്കേഷൻ നോക്കിയേ, HSST ഫിസിക്സ് സീനിയറിന്റെ ക്വാളിഫിക്കേഷൻ നോക്കിയേ, മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ദ കൺസേൺ സബ്ജക്ട് വിത്ത് നോട്ട് ലെസ് ദാൻ 50% മാർക്ക് ഫ്രം എനി ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ഓർ qualified recognition as equivalent there into the respective subject by university in Kerala. അപ്പോൾ നമുക്കറിയാം മാസ്റ്റേഴ്സ് ഡിഗ്രി, അപ്പോൾ MSc ഫിസിക്സ് ഉണ്ടാവണം. 50% കുറയാത്ത MSc ഫിസിക്സ് ഉള്ളവർ എന്തിന് യോഗ്യരാണ്? HSST ഫിസിക്സ് സീനിയർ പോസ്റ്റിന് യോഗ്യരാണ്. അതുപോലെ തന്നെ വേറെ എന്താ വേണ്ടത്? അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അഡീഷണൽ ക്വാളിഫിക്കേഷൻസിൽ വേറെ എന്താ വേണ്ടേ? B.Ed വേണം. B.Ed കമ്പൽസറി ആണ്. B.Ed വേണം. അപ്പോൾ B.Ed ഇല്ലാത്തവരുടെ അഭാവത്തിൽ മറ്റുള്ളവരെ പരിഗണിക്കും. ഇപ്പോൾ MSc ഫിസിക്സ് അതിൻ്റെ കൂടെ സെറ്റ് നെറ്റും ഒക്കെ ഉള്ളവരെ പരിഗണിക്കുമെന്ന് പറയുന്നുണ്ട്. അത് എപ്പോഴാണ്? B.Ed യോഗ്യത ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിലാണ്. അപ്പോൾ അങ്ങനെ ഒരു അഭാവം ഇവിടെ വരുന്നില്ല. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി പേര് ഈ പറഞ്ഞ എല്ലാ ഡിഗ്രിയിലും B.Ed ഉള്ളവരുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്വാളിഫിക്കേഷൻ്റെ അഭാവത്തിൽ മാത്രമാണ് B.Ed ഇല്ലാത്തവരെ പരിഗണിക്കുക. ഇപ്പം B.Ed ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ അവരെ അവസാന സമയങ്ങളിൽ പരിഗണിക്കാറില്ല. അതുകൂടി നിങ്ങൾ ഓർത്തോളുക. B.Ed കമ്പൽസറി ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണം? മസ്റ്റ് ഹാവ് പാസ്ഡ് ദ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്. അപ്പോൾ സെറ്റ് വേണം. സെറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ, നെറ്റൊക്കെയുള്ള ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവരെയും പരിഗണിക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. നിങ്ങൾക്ക് HSST ഫിസിക്സ് ഒക്കെ വളരെ കാലത്തൊരു സ്വപ്നമായിരിക്കും. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് സീനിയർ പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാൻ ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറെടുപ്പ് നടത്തുക, നന്നായിട്ട് വർക്ക് ചെയ്യുക, നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മുടെ പ്രൊഫൈലിൽ എന്ത് വന്നിട്ടുണ്ട്? നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ കാറ്റഗറി നമ്പർ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടും. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 29/1/2025 വെനസ്ഡേ ആണ്. 29/1 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മറക്കാതെ അപ്ലൈ ചെയ്യുക. പഠനം തുടരുക. നമുക്ക് 6 മാസത്തിനുള്ളിൽ നമുക്ക് പരീക്ഷ വരത്തുള്ളൂ. ഈ ഒരു 6 മാസം നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്താൽ, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ആദ്യം എത്താൻ പറ്റും. റിട്ടയർമെൻറ്റ്സുകളൊക്കെ ഒരുപാട് 2025-26 കാലഘട്ടങ്ങളിൽ ഒരുപാട് റിട്ടയർമെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൻ്റെ ആ ഒരു ഇത് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് വർക്ക് ചെയ്യുക, നന്നായിട്ട് മുന്നോട്ട് പോവുക. എല്ലാവർക്കും വിജയം ഉറപ്പാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ വിജയം ഉറപ്പാണ്. അപ്പോൾ നമ്മളെ പുറകോട്ട് പിടിച്ചു വലിക്കുന്ന എല്ലാ കാര്യങ്ങളെയും വളരെ പോസിറ്റീവാക്കി മാറ്റിക്കൊണ്ട് പഠനം തുടരുക. ഓക്കെ, നിങ്ങളോടൊപ്പം HSST ഫിസിക്സിൽ നമ്മുടെ കോഴ്സുകളും ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മാസ്റ്റർ കീ അക്കാഡമിയുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാം. നന്നായിട്ട് പഠനം തുടരാൻ പറ്റും. നിങ്ങൾക്ക് ജോലി ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കും ഒക്കെ സൗകര്യപ്രദമായ രീതിയിലാണ് മാസ്റ്റർ കീ അക്കാഡമിയുടെ കോഴ്സുകൾ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് 100%, 101% ആത്മവിശ്വാസത്തോടെ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നേറാം. ഓക്കെ, താങ്ക് യു.